അനന്തരം അവർ യേശുവിനെ ക്രൂശിലേറ്റി. കുറ്റവാളികളായ മറ്റു രണ്ടുപേരെ കൂടി യേശുവിൻ്റെ ഇടതും വലതുമായി ക്രൂശിച്ചു. യഹൂദ പരീശകളും പടയാളികളും യേശുവിനെ പരിഹസിച്ചു കൊണ്ടിരുന്നു. ഇത് കണ്ട് ഇടതുവശത്തെ കള്ളൻ യേശുവിനെ ചീത്ത വിളിക്കുകയും നീ ദൈവമാണെങ്കിൽ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വലതുവശത്തെ കള്ളൻ അവരെന്നെ ശാസിക്കുകയും യേശു നമ്മളെപ്പോലെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. യേശു അവനോട് നീ ഇന്നു മുതൽ പറുദീസയിൽ എന്നോട് കൂടെ ആയിരിക്കുമെന്ന് അരുളി ചെയ്തു. ഞാൻ ഷാജിക്കോട്ടയിൽ വലതുവശത്തെ കള്ളൻ എന്ന സിനിമയാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ബൈബിളിൽ ചേർക്കപ്പെട്ടിട്ടുള്ള നല്ലവനായ വലതുവശത്തെ കള്ളനെ മലയാളത്തിലെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ ജിത്തു ജോസഫ് എന്തിന് എങ്ങനെ ഈ പേര് തിരഞ്ഞെടുത്തു എന്നൊക്കെയുള്ള ഒരു സാധാരണ സിനിമാ പ്രേക്ഷകന്റെ ആകാംക്ഷയിൽ നിന്നാണ് ഉള്ള ആ ത്രില്ലിൽ നിന്ന് വെച്ചിട്ടാണ് ഈ സിനിമ കാണാൻ തീരുമാനിച്ചത്. മാത്രമല്ല ഇനിയിപ്പോൾ എത്ര മോശമായാലും തീർത്തും വൈകാരികമായ കുടുംബ ബന്ധങ്ങളിലൂടെയുള്ള കഥാപാത്രങ്ങളെ ചേർത്ത് വെച്ച് ഉദ്വേഗജനകമായ രംഗങ്ങളിലൂടെ കുറ്റാന്വേഷണത്തിൻ്റെ ഭീകര മുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന ജിത്തുവിൻ്റെ ക്രൈം ത്രില്ലർ മാജിക് തീർച്ചയായും ഈ സിനിമയിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഈ സിനിമയ്ക്ക് പോകുമ്പോൾ എനിക്കുണ്ടായിരുന്നു. മുൻപ് നടൻ ബാബുരാജനെ വെച്ച് കൂദാശ എന്ന സിനിമ ചെയ്ത ലിനു ജോസഫ് ഓളൻ്റെ തിരക്കഥയിലാണ് വലതുവശത്തെ കള്ളൻ്റെ സഞ്ചാരം. രാഷ്ട്രീയക്കാരുടെയും സമ്പന്നരുടെയും ഒക്കെ അടുപ്പക്കാർ പ്രതികളാവുന്ന കേസുകൾ ഒതുക്കി തീർക്കുന്നതിൽ പ്രത്യേക പ്രാവീണ്യമുള്ള സർക്കിൾ ഇൻസ്പെക്ടർ ആന്റണി സേവ്യർ എന്ന കൈക്കൂലിക്കാരനായ പോലീസുകാരനും മകൾ ക്രൂരമായി കൊല്ലപ്പെട്ട അവസ്ഥയിൽ ജീവിതം കൊണ്ട് പ്രതികാരം ചെയ്യുന്ന സാമുവേൽ ജോസഫ് എന്ന പിതാവും തമ്മിലുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് ഒറ്റവാക്കിൽ വലതുവശത്തെ കള്ളൻ. ഡിനു ജോസഫ് ജിത്തു ജോസഫിന് പഠിക്കുന്നത് കൊണ്ടാവാം ജിത്തുവിൻ്റെ തന്നെ പൃഥ്വിരാജ് നായകനായ മെമ്മറീസ് എന്ന സിനിമയും ജോജു നായകനായ ജോസഫിനോടും വളരെ സാമ്യമുള്ളതായി പലയിടത്തും ഇടതുവശത്തെ കള്ളൻ പ്രേക്ഷകരെ അനുഭവപ്പെടുത്തും. ബിജു മേനോൻ അവതരിപ്പിക്കുന്ന ഒട്ടും മനസാക്ഷിയില്ലാത്ത ആന്റണി സേവ്യർ ഒടുക്കം മാനസാന്തരം വന്ന വലതുവശത്തെ കള്ളനായി പരിണമിക്കുന്നതാണ് സിനിമ. കമ്പ്യൂട്ടർ തലയുള്ള സാമുവേൽ ജോസഫ് തയ്യാറാക്കുന്ന കെണിയിലേക്ക് നിസ്സഹായനായി ആന്റണി ചെന്നെത്തുന്നു. സിനിമയുടെ ഒടുക്കം പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് കൂടി സമ്മാനിക്കുന്നുണ്ട് സംവിധായകൻ. വിഷ്ണു ശ്യാമിൻ്റെ സംഗീതം, സതീഷ് കുറുപ്പിൻ്റെ സൗന്ദര്യമുള്ള ദൃശ്യങ്ങൾ, വിനായകിൻ്റെ എഡിറ്റിംഗ്, ഇതൊക്കെയാണ് പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന ഘടകങ്ങൾ. കണ്ടതിൽ കൂടുതൽ എന്തൊക്കെയോ കാണാനിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കും വിധമാണ് തുടക്കം മുതൽ ഒടുക്കം വരെ സിനിമയുടെ കഥ പറച്ചിൽ. ഈ അടുത്ത കാലത്ത് കണ്ട ബിജുമനോന്റെ പോലീസ് കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒട്ടും പുതുമ നൽകാത്ത പ്രേക്ഷകനെ അനുഭവപ്പെടുത്താത്ത കഥാപാത്രമാണ് ആന്റണി സി. ജോജുവിന്റെ പ്രസൻസ് വളരെ കുറവാണെങ്കിലും പേര് സൂചിപ്പിക്കുന്നത് പോലെ സാം ജോസഫ് ജോസഫ് സിനിമയിലെ കഥാപാത്രത്തിന്റെ ആവർത്തനം തന്നെയാണ്. ഈ രണ്ടുപേർക്ക് ചുറ്റും ചുറ്റിത്തിരിയുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാനില്ല മറ്റു കഥാപാത്രങ്ങൾക്കൊന്നും. വലതുവശത്തെ കള്ളന്റെ പോസിറ്റീവ് വെച്ച് പറഞ്ഞാൽ ജിത്തുവിന്റെ ഇമോഷണൽ ഡ്രാമ ഗണത്തിൽപ്പെടുത്താവുന്ന ക്രൈം ത്രില്ലറുകളെ ഇഷ്ടപ്പെടുന്ന സ്ഥിരം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമ തന്നെയാണ് വലതുവശത്തെ കള്ളൻ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ പറഞ്ഞ ഗണത്തിൽപ്പെടാത്ത പ്രേക്ഷകർക്ക് തീർത്തും നിരാശ പകരുന്ന സിനിമയാണ് വലതുവശത്തെ കള്ളൻ.